രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? നീ പറഞ്ഞോ, അത് ഇപ്പൊ തന്നെ അങ്ങ് പാസ്സാക്കിയേക്കാം എന്ന് പറഞ്ഞപ്പം നെഹമ്യാ സ്വർഗസ്ഥനായ ദൈവത്തോട് ആ ഭക്ഷണമേശയുടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു. നിസ്സാര കാര്യമല്ലേ ഒരു മറുപടി പറയുന്ന കാര്യം. അന്നേരം പോലും പ്രാർത്ഥിച്ചിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്. നെഹമ്യായെ കണ്ടു പഠിക്കാനുണ്ട് ഒരുപാട്. നെഹമ്യാ എന്ന വ്യക്തിയെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ സമയക്കുറവിൻ്റെ ഈ കുഞ്ഞു സമയത്ത് വേഗത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്നതെങ്കിലും നിങ്ങളും ഈ വചനങ്ങൾ വായിച്ച് ഈ മനുഷ്യനെ കണ്ടു പഠിക്കണം. നിങ്ങളുടെ മക്കളോടും പറയണം, എന്ത് കാര്യവും ഉടനടി തീരുമാനമെടുക്കരുത്, പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കുക. എന്നും പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരാണ് നമ്മൾ പലരും. അതിനൊക്കെ വലിയ കാര്യം. ഇതൊക്കെ ഒരു കാര്യം പറയുന്നതിന് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരാളോടൊരു മറുപടി പറയുന്നതിന് എന്തിനാ? എല്ലാ കാര്യവും പ്രാർത്ഥിച്ചിട്ട് വേണം ചെയ്യാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. 5-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ ആ ദേശത്തേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു. എന്തിനെന്നറിയോ? അവിടെ ഒരു വാക്കുണ്ട്, പുനരുദ്ധരിക്കുന്നതിന്. പ്രാർത്ഥിക്കുന്നവനാണ് പുനരുദ്ധരിക്കുന്നത്. പ്രാർത്ഥിക്കാത്തവൻ കുറ്റം പറഞ്ഞ് വിമർശിച്ചും കളിയാക്കിയും തലവരെ വിധിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. പ്രാർത്ഥിക്കാത്തവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നവനോ അവൻ പുനരുദ്ധരിക്കും. ചാരത്തിൽ നിന്ന് അവൻ പുതുക്കിപ്പണിയും, പൊട്ടിപ്പൊളിഞ്ഞതിൽ നിന്ന് അവൻ പുനരുദ്ധരിക്കും. നെഹമ്യാ ആരാണ്? നെഹമ്യാ 1-ാം അധ്യായത്തിൽ നെഹമ്യാ ആരാണ്? ദൈവസന്നിധിയിൽ കരഞ്ഞ് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചവൻ. രാജാവ് ചോദിച്ചു, എന്നാ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു മറുപടി പറഞ്ഞാൽ നെഹമ്യായിലൂടെയാണ് ഇനിയൊരു പ്രവർത്തനം നടക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന്റെ കരങ്ങളെയും അധരങ്ങളെയും ദൈവം പ്രയോജനപ്പെടുത്തും. അവന്റെ കരങ്ങളിലൂടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ചിലതിനെ അത്ഭുതകരമായി പൊക്കിക്കൊണ്ടുവരും, പണിതുയർത്തും, പുനരുദ്ധരിക്കും. നിങ്ങളുടെ കുടുംബം തകർന്നു പോയതാണോ, ജീവിതം തകർന്നതാണോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ അത് പുനരുദ്ധരിക്കപ്പെടും. അത് പുനരുദ്ധരിക്കപ്പെടും. ദൈവം അതിനുള്ള കൃപയും ശക്തിയും ബലവും നിങ്ങൾക്ക് തരും. ഈ നെഹമ്യാ പറഞ്ഞു, എന്നെ ഒന്ന് പുനരുദ്ധരിക്കാൻ എനിക്കൊരു പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്ക് നീ പോണു? എത്ര ദിവസത്തേക്കാണ് വേണ്ടത്? എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു. എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങി വരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. നോക്കൂ, ഒരു സിനിമ നടക്കുന്നത് പോലെ തന്നെയാണ്. നമുക്കത് ഇങ്ങനെ പിക്ചറിൽ കാണാൻ പറ്റും. ഈ സംഭവം എല്ലാം നടക്കുന്നത് ഭക്ഷണമേശയുടെ സംഭവമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരി രാജ്ഞിയും അടുത്തുണ്ട്, രാജാവുണ്ട്. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്ക് നിനക്ക് അവധി വേണം? എപ്പോൾ തിരിച്ചു വരും എന്നെല്ലാം ചോദിച്ചു. 7-ാമത്തെ വാക്യം, ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കരയുള്ള പ്രദേശത്തൂടെ യൂദായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധികന്മാർക്ക് കൊടുക്കാൻ എനിക്കൊരു കുഞ്ഞു കത്ത് തരണം എന്ന് പറഞ്ഞു. ദേവാലയത്തിന്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിന്റെ ധനകാര്യ വിചാരകനായ അസാഫിനുള്ള കത്ത് നൽകിയാലും കുറച്ച് തടിയൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. ഒരു വീടൊക്കെ പണിയണം, അവിടെ ചെന്നിട്ട് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു അനുവാദം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അനുവാദവും മേടിച്ച് നെഹമ്യാ ആ സ്ഥലത്തേക്ക് പോയി. 11-ാമത്തെ വാക്യം, അവർ ജെറുസലേമിൽ 3 ദിവസം അവിടെ താമസിച്ചു. ഇനി സംഭവമാണ് കേട്ടോ. ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ 1-ാമത്തെ അധ്യായം മറന്നു പോകരുത്. നഗരം കഷ്ടത്തിലും അപമാനത്തിലും കത്തിക്കരിഞ്ഞ് മതിൽ പൊളിഞ്ഞ് നിലത്ത് കിടക്കുകയാണ്. അതിനെ പുതുക്കിപ്പണിയാൻ നെഹമ്യാ എന്ന പ്രാർത്ഥിക്കുന്ന ഒരാൾ പോവുകയാണ്. ഇനി നെഹമ്യായുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം അതിനെ പുതുക്കിപ്പണിതു. പ്രാർത്ഥിക്കുന്ന നീ എന്ന അപ്പനെ കൊണ്ട്, നീ എന്ന അമ്മയെ കൊണ്ട്, നീ എന്ന യുവാവിനെ കൊണ്ട്, നീ എന്ന യുവതിയെ കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ പുതുക്കിപ്പണിയും. എല്ലാം തകർന്നതായിക്കൊള്ളട്ടെ, നിലത്ത് പടിഞ്ഞു പോയതാകട്ടെ, നമ്മൾ പറയില്ലേ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിലത്ത് നാമാവിശേഷമായി, അതേന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവരും, അതേന്ന് ദൈവം വളർത്തിക്കൊണ്ടുവരും. ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത്ഭുതകരമായി തോന്നാം. അടുത്ത വാക്യം, ജെറുസലേമിൽ നെഹമ്യായും കൂട്ടരും പോയി. എല്ലാവരും അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങി. നെഹമ്യാ രാത്രിയിൽ എഴുന്നേറ്റിട്ട് ജെറുസലേമിന് വേണ്ടി ദൈവം, ആ വാക്യം ഞാൻ വായിക്കാം, 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഞാനും കൂടെ ഉണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു.
ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെ അറിയിച്ചില്ല. അതായത് എല്ലാവരെയും അറിയിക്കരുത്. അതിൽ നിന്നൊരു പാഠമാണ്. നെഹമ്യായുടെ മനസ്സിൽ ദൈവം ചില ദർശനങ്ങൾ കൊടുത്തു. നീ എങ്ങനെയാണ് പുതുക്കി പണിയേണ്ടത്, നീ എങ്ങനെയാണ് ദൈവം തരുന്ന ചില കാര്യങ്ങൾ എല്ലാം പറയരുത്. നെഹമ്യ അത് ആരോടും പറഞ്ഞില്ല, ആരെ അറിയിച്ചില്ല. എന്നിട്ട് ഒരു ദിവസം സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കുറുനരി ഉറവ കടന്ന് ആ വാതിലിലെത്തി. ജെറുസലേമിന്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു. അപ്പൊ അവിടുത്തെ അവസ്ഥയാണ്, തകർന്ന മതില്, കത്തി നശിച്ച വാതില്, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കത്തിക്കരിഞ്ഞ് കത്തിയതും കത്താത്തതുമായ എല്ലാം തകർന്നു തരിപ്പണമായി കിടക്കുന്നു. ആരും അറിയാതെ നെഹമ്യ അതെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പം 15-ാമത്തെ വാക്യം, അതിനാൽ രാത്രി ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു, തിരിച്ച് താഴ്വരവാതിലൂടെ മടങ്ങിയും പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല, ആരെ അറിയിച്ചുമില്ല. അങ്ങനെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ബൈബിൾ പരിശോധിക്കുക. 17-ാമത്തെ വാക്യം എടുത്തു നോക്കൂ. ഞാൻ അവരോട് പറഞ്ഞു, നെഹമ്യ ആ കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ സ്ഥിതി കണ്ടില്ലേ? പൊട്ടിപ്പൊളിഞ്ഞു, നാണത്തിലും അപമാനത്തിലുമാണ് കിടക്കുന്നത്. ആകെ ഡിസോർഡറാണ്, തകർന്നു കിടക്കുന്നു, കത്തി നശിച്ചു കിടക്കുന്നു, ആകെ ഒരു അവശിഷ്ടം പോലെയായി. നിങ്ങളത് കാണുന്നില്ലേ? വരുവിൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, വരുവിൻ, നമുക്ക് ജെറുസലേമിന്റെ മതിൽ പുതുക്കി പണിയാം. ഇതാണ് പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത. തിരിച്ചു വന്നിട്ട് നിരാശയുടെ വാക്കുകളല്ല പറഞ്ഞത്. ഇതൊന്നും ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ഞാൻ വിചാരിച്ചേക്കാളും തകർന്നങ്ങ് പോയി കേട്ടോ, ഞാൻ അവിടുന്ന് പോന്നപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല പറഞ്ഞത്. കണ്ടത് മുഴുവൻ കത്തിക്കരിഞ്ഞ് അവശിഷ്ടങ്ങളാണ് കണ്ടതെങ്കിലും പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിനെ ഒരിക്കലും നിരാശ കയറിയിട്ടില്ല. ആ മനുഷ്യൻ പറയാണ്, എല്ലാവരും വരുവിൻ, നമുക്ക് പുതുക്കി പണിയാം. നിങ്ങളും പരസ്പരം പറയേണ്ടത്, ഈ 33 ദിവസം പ്രാർത്ഥനയിൽ ഇരിക്കുവാണല്ലോ, നമ്മളും നിയോഗത്തിൽ ഇരിക്കുവാണല്ലോ, എല്ലാം നശിച്ചു, എല്ലാം പോയി, ഇതൊന്നും ഇനി ശരിയാവില്ല, ഇവന്റെ ഭാവി എല്ലാം പോയി, ഇവന്റെ കുടുംബജീവിതം എവിടെ ശരിയാകുന്ന, ഇങ്ങനൊന്നും പറയരുത്. വരുവിൻ, നമുക്ക് ഒരുമിച്ച് വരാം. വരുവിൻ, പരസ്പരം കൈകോർക്കാം. വരുവിൻ, കുടുംബത്തിലെ അംഗങ്ങൾ വഴക്ക് കൂടി ബഹളം കൂടി തമ്മിത്തല്ലി ഇരിക്കാതെ നമുക്ക് ഒരുമിച്ച് ചേരാം. ആരെയും തോപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. വരുവിൻ, അടുത്തു വരുവിൻ, നമുക്കൊരുമിച്ച് പുതുക്കി പണിയാം. ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ വിഭാഗീയത ഉണ്ടാക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ അവിടെ പൊളിറ്റിക്സ് കളിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനയിൽ എല്ലാവരും ചേർത്ത് നിർത്തി അവൻ പുതുക്കി പണിയുന്നവനായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥന അഭിനയമായി കൊണ്ട് നടക്കുന്നവരാണ്. പ്രാർത്ഥന അഭിനയിക്കുന്ന ആളുകളുണ്ട്, പ്രാർത്ഥന ജീവിക്കുന്നവരുണ്ട്. ഇത് നെഹമ്യ പ്രാർത്ഥന അഭിനയിക്കുന്ന ഒരാളല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്നവൻ എല്ലാവരോടും പറയും, വരുവീൻ, അടുത്തു വരുവിൻ, നമുക്കൊരുമിച്ച് നിൽക്കാം, നമുക്കൊരുമിച്ച് പുതുക്കി പണിയാം. ഈ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സമുദായം ഇന്ന് ആഗ്രഹിക്കുന്നത്, വരുവിൻ, മാറി മാറി നിൽക്കാതെ വരുവിൻ, അടുത്തു വരുവിൻ, നമുക്ക് പുതുക്കി പണിയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പുതുക്കി പണിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, തകർന്നു കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്. ഈ 33 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വെച്ച നിയോഗങ്ങൾ തന്നെ പുതുക്കി പണിയേണ്ട നിയോഗങ്ങളല്ലേ? പ്രായമായിട്ടും അല്ലെങ്കിൽ വിവാഹം നടക്കാത്ത യുവതി യുവാക്കൾ, കുടുംബജീവിതം തകർന്നവർ, പുതുക്കി പണിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്ന നമ്മളെ കൊണ്ടാണ് ഇതൊക്കെ പുതുക്കി പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളാരും മാറി മാറി നിൽക്കേണ്ടവരല്ല. നമ്മൾ ചില ജീവിതങ്ങളെ പ്രാർത്ഥന കൊണ്ട് പുതുക്കി പണിയേണ്ടവരാണ്. ഓരോ നെഹമ്യാമാരാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും. അങ്ങനെയാകാനാ ദൈവം കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം കളിച്ചും വിഭാഗീയത സൃഷ്ടിച്ചും പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥന അഭിനയിക്കുന്നവരല്ല നമ്മൾ. അങ്ങനെ ആകാനല്ല ദൈവം വിളിച്ചത്, പ്രാർത്ഥന ജീവിക്കുന്നവരാകാനാണ്. നെഹമ്യ പറഞ്ഞു, വരുവീൻ, നമുക്ക് പുതുക്കി പണിയാം എന്ന് പറഞ്ഞു. ഒരുമിച്ച് പുതുക്കി പണിയാം എന്ന് പറഞ്ഞു. മേലിൽ നമുക്ക് അവമതി ഉണ്ടാകരുത്. 18-ാമത്തെ വാക്യം. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു കാണും, എങ്ങനെ ഇതിൽ നിന്ന് പുതുക്കി പണിയാനാണ്? അപ്പൊ നെഹമ്യ പറഞ്ഞ മറുപടിയാണ് നിങ്ങളും പറയേണ്ട മറുപടി, ഞാൻ പറയേണ്ട മറുപടി. 18-ാമത്തെ വാക്യം നെഹമ്യ പറഞ്ഞു നോക്കൂ, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നു. ആ വാക്യം മറക്കരുത്.
എൻ്റെ ദൈവത്തിൻ്റെ കരം, ഞാൻ ആ വാക്യം അതുപോലെ വായിക്കാം, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. ഒന്നാമത്തേത് നെഹമ്യായുടെ ബോധ്യമാണ്. 33 ദിവസം ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ ഒരുക്കുമ്പം ഈ ബോധ്യത്തിലൊന്ന് പണിയണം നിങ്ങളുടെ ജീവിതം. എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. നിങ്ങളെ ചതിക്കുന്ന കരം നിങ്ങൾക്ക് പരിചിതം ഉണ്ടായിരിക്കും. കൂടെ നിന്നിട്ട് ചതിച്ച കരങ്ങളും കൂടെ നിന്നിട്ട് പാരവെച്ച കരങ്ങളും ജീവിതങ്ങളും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. നെഹമ്യ പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. നിങ്ങൾ മനസ്സിലൊന്ന് ഈ വാക്യം പറഞ്ഞ്, എൻ്റെ ദൈവത്തിൻ്റെ കരം, ആ സഹായിക്കുന്ന കരം എൻ്റെ കൂടെയുണ്ട്, ആ ദൈവത്തിൻ്റെ സഹായം എൻ്റെ കൂടെയുണ്ട്. നെഹമ്യ പറഞ്ഞു. അവരെല്ലാം ശക്തിയോടെ കൂടെ നിർത്തി. ഇതെല്ലാം ചെയ്തപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. നെഹമ്യ ഇങ്ങനെ പ്രാർത്ഥനയും മുന്നോട്ട് നീക്കിയപ്പം എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി. നീ എന്തുവായി ചെയ്യുന്നത്? ഈ ചാരത്തിൽ നിന്ന് എന്തുവായി പണിയുന്നത്? ഈ കത്തിക്കരിഞ്ഞെന്ന് എന്തെങ്കിലും പണിയാൻ പറ്റുമോ? ഇത് പിടിഞ്ഞു പൊളിഞ്ഞ് എത്ര നാളായി കിടക്കാൻ തുടങ്ങി? നിന്നേക്കാ വലിയവന്മാരെ നോക്കിയിട്ട് നടന്നില്ല എന്നും പറഞ്ഞ് പരിഹസിച്ചു. വായിച്ചു നോക്കിയ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. എന്നാൽ ഹൊറോന്യനായ സൽബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം എന്ന് ചോദിച്ചു. നെഹമ്യായോട് ചോദിക്കുവാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ കത്തിക്കരിഞ്ഞതൊക്കെ പുനരുദ്ധരിക്കാൻ രാജാവ് വരെ നോക്കിയതാണ്, എന്നിട്ട് നടന്നിട്ടില്ല. അന്നേരമാണോ കുറച്ച് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് നെഹമ്യ പുതുക്കി പണിയുന്നത്? ഇത്രയും പേര് ഒരുമിച്ച് നിന്നിട്ട് നെഹമ്യായോട് പരിഹസിച്ചു. പ്രാർത്ഥിക്കുന്ന നിന്നെ, പുതുക്കി പണിയാം എന്ന് പറയുന്ന നിന്നെ, വരുവീൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പുതുക്കി പണിയാം എന്ന് പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പലരും ട്രോളിറക്കും, പലരും പരിഹസിക്കും, പലരും വിമർശിക്കും. എന്നാൽ ദൈവത്തിന്റെ ദാസനായ ഈ നെഹമ്യ അതൊന്നും കേട്ട് ഡൗൺ ആയില്ല. നെഹമ്യ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ? 20-ാമത്തെ വാക്യം. നെഹമ്യ മറുപടി നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ അതിനൊക്കെ മറുപടി നൽകണം. അവിടെ തല താഴ്ത്തി പോകാനല്ല ദൈവം നിന്നെ വച്ചിരിക്കുന്നത്. നെഹമ്യ അത് കേട്ട് തല താഴ്ത്തി നേരെ വീട്ടിലോട്ട് പോയി കരഞ്ഞു നല്ല എഴുതിയിരിക്കുന്നത്. നെഹമ്യ മറുപടി നൽകി. ആ വാക്യം മറുപടി എന്നാന്ന് കേട്ടെ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും എന്ന് മറുപടി കൊടുത്തു. ഇതുപോലൊരു മറുപടി എല്ലാ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെയും അതരത്തിൽ വേണം. പ്രാർത്ഥിക്കുന്നവനെ വിമർശിക്കും, കളിയാക്കടാ, നിന്നേക്കാ വലിയൊരു നോക്കിയിട്ട് നടന്നിട്ടില്ല, നിന്നേക്കാ വലിയ ആൾക്കാർ പരിസരം നടന്നില്ല, പിന്നെയാണ് നീ പ്രാർത്ഥനക്കാരനായി നീ നോക്കുന്നത്. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. നിങ്ങളും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഉറക്കെയൊന്നും പറയാൻ പറ്റിയില്ലേലും ഈ വാക്യം ഒന്ന് മനസ്സിൽ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് 10 പ്രാവശ്യം ഈ ക്ലാസ് കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് അല്ലെ ആരാധനയുടെ ഇടയിൽ പറയണം, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും, സ്വർഗത്തിലെ ദൈവം എൻ്റെ കുടുംബത്തിന് വിജയം നൽകും, സ്വർഗത്തിലെ ദൈവം. ഇത് പറയുന്നത് വചനമാണ്. 2-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. നെഹമ്യ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു നിന്ന് പണിയും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത അധ്യായം ഏതെന്ന് പറയും? 3-ാം അധ്യായമാ. മതിൽ പുനരുദ്ധരിക്കപ്പെടുന്നു. 4-ാം അധ്യായം എന്നറിയോ? മതിൽ പണിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായി. അടുത്ത 6-ാം അധ്യായത്തിന്റെ അവസാനം മതിൽ പണി പൂർത്തിയാകുന്നു. എവിടെ നിന്നാന്ന് ഓർക്കണം. ഒരു മതില് പണിയുമ്പോൾ നമ്മൾ ഇന്ന് മതില് പണിത ഒരു മതില് കണ്ടിട്ട് അതുപോലാന്ന് ചിന്തിക്കരുത്. ഇതിന്റെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ് കത്തിക്കരിഞ്ഞു കിടന്നതാണ്. പലരും കളിയാക്കി. ഇതിൽ നിന്ന് രാജാക്കന്മാർ പോലും നോക്കിയിട്ട് നടന്നിട്ടില്ല. നിന്നേക്കാ പണമുള്ളവനും സ്വാധീനമുള്ളവനും നോക്കിയിട്ട് നടന്നിട്ടില്ലാത്തതാണോ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നീ ചെയ്യുമോ? ഇതാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന രാജാക്കന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്തത് പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ദൈവത്തിന്റെ കരം, പ്രാർത്ഥിക്കുന്നവന്റെ കരം ദൈവത്തിന്റെ കരമായി മാറും. പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം ദൈവത്തിന്റെ സ്വരമായി മാറും. പ്രാർത്ഥിക്കുന്നവന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായി മാറും. നെഹമ്യായുടെ ബോധ്യം എന്നതാ. പലരും കളിയാക്കിയപ്പോൾ എന്നെ സഹായിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സഹായത്തിൽ ഞങ്ങൾ പുതുക്കി പണിയും. എന്തേലും കേട്ട്, എന്തേലും ഒരു വിമർശനം കേട്ട്, എന്തേലും ഒരു കളിയാക്കൽ കേട്ട് അന്നേരെ കരഞ്ഞോണ്ട് പുറംതിരിഞ്ഞ് ഓടുന്ന ഒരു നെഹമ്യായെ കാണുന്നില്ല. ധൈര്യത്തോടെ നിൽക്കുക. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്നവന് ധൈര്യമുള്ളവനായിരിക്കും.
അവനങ്ങനെ പെട്ടെന്ന് പതറത്തില്ല. എവിടെയും പെട്ടെന്ന് പതറരുത്, പെട്ടെന്ന് ഡെസ്പായി പോകരുത്. എന്തേലും കേൾക്കുമ്പോഴേ ആ മുറിയിലോട്ട് പോയി 3 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാതെ അടച്ചിരിക്കരുത്. നെഹമ്യായെ കണ്ടുപിടിക്കുക. ഈ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കി, ഇതൊക്കെ ബൈബിളിലുണ്ട്, ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. എനിക്ക് കിട്ടിയിരിക്കുന്ന സമയത്തിന് ഇതിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം വരെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കയ്യിലുള്ള പേന കൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരച്ചു നോക്ക്. എവിടെയും പോകണ്ട. നിങ്ങൾ ആ വായിക്കുമ്പോൾ തന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നവൻ പുതുക്കി പണിയുന്നത് എന്ന് കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും. നെഹമ്യാ മതിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുമ്പം ഒരാൾ വന്ന് ചോദിച്ചു, എടാ, ഒരു കുറുനരി പോയാൽ ഇടിഞ്ഞു പോകുന്ന മതിലാണല്ലോടാ നീ പണിയുന്നതെന്ന്. 4-ാം അധ്യായം വായിച്ചു നോക്ക്. ചോദിച്ചു, ഒരു കുറുനരി, ഒരു കുറുക്കം പോയാ മതിലിടിഞ്ഞു വീഴുമല്ലോ എന്ന് ചോദിച്ചു. നെഹമ്യാ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആ പണി പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ ഏത് തകർന്നതിനെയും പുതുക്കി പണിയും. നിങ്ങളുടെ ജീവിതമാണോ തകർന്നത്? കുടുംബമാണോ തകർന്നത്? ബന്ധമാണോ തകർന്നത്? ദൈവം അതിനെ ആ ഒന്നുമില്ലായ്മയെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്ന നിന്നെ കൊണ്ട് അതിനെ പുതുക്കി പണിയിക്കും. ഇത് 17-ാമത്തെ ദിവസമാണ്. ഈ പ്രാർത്ഥിച്ചതും പ്രസംഗിച്ചതും യാഥാർത്ഥ്യമായി നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചത്, പ്രസംഗിച്ചത് വാക്കിൽ മാത്രം ആകാശത്തോടെ പോകുന്നൊരു വാക്കല്ല, അത് ജീവിതത്തിലെ പണിയുന്ന അനുഭവമായി മാറട്ടെ. കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. ഇന്ന് കേട്ടത് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്കാണ്. പ്രാർത്ഥിക്കുന്നവൻ പുതുക്കി പണിയും. അവൻ ജീവിതത്തെ പണിയും, കുടുംബത്തെ പണിയും. അവൻ്റെ ബിസിനസ്സാണോ, സാമ്പത്തികമാണോ, ബന്ധമാണോ, മക്കളാണോ, അല്ലെങ്കിൽ ഭാവിയാണോ, എന്താണോ തകർന്നത്, അതിനെക്കുറിച്ചൊന്നും അവൻ വിഷമം. അവനൊരു സ്റ്റെപ്പ് എടുക്കും, പ്രാർത്ഥിക്കും, ഉപവാസം എടുക്കും, അങ്ങ് കരയും ദൈവസന്നിധിയിൽ. ആ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇരുട്ടിലെ വെളിച്ചങ്ങളാണെന്നാണ് പറയുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികളും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, എന്നെ അറിയുന്നവർ, അറിയാത്തവർ, ആരൊക്കെയോ ഈ വചനം കേൾക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദൈവം എന്നെ കൂടുതലായി അറിയാനല്ല ഇടവരേണ്ടത്, ഈ ബൈബിളിലെ ദൈവത്തെ അനേകായിരങ്ങൾ അറിയാൻ ഇടവരട്ടെ.